going behind him to hold him who has got me. I want to know him. I want to know the person who's got me. I want to know the person who's got me. I want to know the person. I want to know the power of his resurrection. How many want to know that? I want to know the person who's caught me. I want to know the person who's caught me. How many have this desire? I want to know the person who's caught me. I want to hold the person who's caught me. I want to know him and the power of his resurrection. I want to know. Jesus. Amen. I tried to break that hold. പിണങ്ങിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഓടണമെന്ന് വന്ന് ചോദിക്കുക. ഓക്കെ, ദമസ്കോസിന്റെ പടിവാതിക്കലാണ്. നിങ്ങൾ ഈ പിക്ചർ മറക്കരുത്, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുക. ദമസ്കോസിന്റെ പടിവാതിക്കലാണ് ഞാൻ. Now Paul is at Damascus. എൻ്റെ കയ്യിലുള്ളത് അധികാരപത്രമാണ്. I've got the authority letter in my hand. ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Going on the horse to persecute people. ഞാൻ ഓടുകയാണ്. I am running. കൂടെ ഓടുകയല്ല, പിടിച്ചു നിർത്തുള്ളൂ മനുഷ്യ. ഞാൻ ഓടുകയാണ്. I am running. ഓക്കെ, ഞാൻ ഓടുകയാണ്. I was caught by someone. ഈ നോട്ടത്തിൽ, in that look, ഈ കണ്ണെടുത്തിട്ടില്ല. I haven't taken my eyes off that person who caught me. ഇവിടെ മുതൽ ഞാൻ ആളെ അറിയാൻ ശ്രമിക്കുക. I'm trying to understand this person, know this person. ഓരോ ദിവസവും അറിയാൻ ശ്രമിക്കുക. I'm trying to know this person daily. അതിനുവേണ്ടിയുള്ള തത്രപ്പാടായത്. That is the desperation in me. ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ എന്നെ പിടിച്ചവനെ ഞാനൊന്ന് കാണുക. Every day when I read the Bible, I'm seeing the person. ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും ഓരോ മെസ്സേജ് ഉണ്ടാക്കുമ്പോഴും എന്നെ പിടിച്ചവനെ ഞാനൊന്ന് കാണാൻ ശ്രമിക്കുക. Through every message that I hear, I see the person who has caught me. എൻ്റെ ദൈവമേ, ഇതുവരെ ആളെ കണ്ണ് പറിച്ച് നോക്കാം, വേറൊരിടത്തോട് നോക്കാൻ പറ്റുന്നില്ല. I can't look anywhere else. My eyes is fixed on him. ഇതാ ഹീബ്രൂസ് എഴുതുമ്പോൾ പറയുന്നത്. This is what Paul says when he writes Hebrews. അതുകൊണ്ട് സഹോദരന്മാരെ, so brothers, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, partakers of the പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. Fix your eyes on him. Hebrews 3:1 എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഈ പുള്ളിക്കാരി നാളെ നേരം വെളുക്കുന്നതിന് ഇപ്പുറം 3 പ്രാവശ്യം എന്നെ പുതിയ നിയമത്തിലെ ക്രമം എഴുതി കാണിക്കണം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, so therefore holy brethren, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, partakers of the heavenly, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും, consider the apostle and high priest of മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. Fix your eyes on him. ശ്രദ്ധിച്ചു നോക്കുവീൻ. Fix your eyes on him. ശ്രദ്ധിച്ചു നോക്കുവീൻ. Look at him carefully. ഞാൻ അവനെ കണ്ടുപോയി. I have seen him. രണ്ട് രംഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ദമസ്കോസിൽ വെച്ച് പൗലോസ് കർത്താവിനാൽ പിടിക്കപ്പെട്ടു. He was caught by Jesus. ഇവിടെ വെച്ച് ആ മനുഷ്യനെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാണ്. Now he fixes his eyes on Jesus. ഇതുവരെ പൗലോസ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. He has only looked at Jesus before. പക്ഷേ ഇപ്പോൾ ഇതാ ശ്രദ്ധിച്ചു നോക്കുക. Previously he had only looked at Jesus. Now he is fixing his eyes on him. Eyes അവിടെ ഫിക്സ് ചെയ്തപ്പോഴാ ഇവൻ അത്ര മഹാനെന്ന് നോക്കുകയും. When he fixed his eyes on him and then he saw the greatness. കണ്ണ് അവിടെ ഫിക്സ് ചെയ്യാതെ ഇവന്റെ വലിപ്പം കാണുകയില്ല. Unless you fix your eyes, you cannot see how great he is. കണ്ണ് ഫിക്സ് ചെയ്താ ഉണ്ടല്ലോ സഹോദര. When you fix your eyes on him, പിന്നെ ശ്രമിച്ചാലും നിങ്ങളുടെ കണ്ണ് പറിക്കാൻ പറ്റില്ല. Then even if you try, you can't take your eyes off him.
എന്തെല്ലാം പ്രശ്നം വന്നാലും നിങ്ങളുടെ കണ്ണ് മറയ്ക്കാൻ പറ്റില്ല. Whatever problems you face, you will never take your eyes off. Your eyes are fixed. Your eyes are fixed on him. നിങ്ങളുടെ കണ്ണ് എവിടെയോ നട്ടു കഴിഞ്ഞു. Your eyes are fixed on him. വേറെ ഒന്നും നിങ്ങളുടെ കൺമുമ്പിൽ ഇനി കയറുകയില്ല. Nothing else will come in front of your eyes. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് കാണണം. I want to see the person who's caught me. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് അറിയണം. To have that desire. എനിക്കൊന്ന് അറിയണം. I want to know the person who's caught me. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തവനെ എനിക്കൊന്ന് അറിയണം. I want to know the person. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനെ എനിക്കൊന്ന് അറിയണം. I want to know the person who died on the cross for me. അവനെയും അവന്റെ പുനരുത്ഥാനത്തെ എനിക്കൊന്ന് അറിയണം. I want to know him and the power of resurrection. അവന്റെ മരണത്തിന്റെയും അവന്റെ പുനരുത്ഥാനത്തെ എനിക്കൊന്ന് അറിയണം. I want to know him and the power of resurrection. At any cost. എനിക്കതൊന്ന് അറിയണം. I want to know. Oh my God, നിങ്ങൾ ആ വാക്യത്തിലേക്ക് തിരികെ വന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അതിനെ ഒന്ന് എഴുതട്ടെ. ദയവായിട്ട് നിങ്ങൾ വാക്യത്തിന്റെ ഉള്ളതിലേക്ക് വന്നേ. Come back to the same verse. 3-ാം അധ്യായത്തിന്റെ Philippians 3. ജീസസ് അവനെ 11-ാമത്തെ വാക്യം അവന്റെ കഷ്ടാനുഭവ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അപ്പുറന്ന് വരുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. 13-ാമത്തെ വാക്യം, പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ കാഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരമവിളിക്കായി വീര്യതനായി ലാക്കിലേക്ക് ഓടുന്നു. Philippians 3:13. Brethren, I count not myself to have apprehended, but this one thing I do, forgetting all things which are behind and reaching forth unto those things which are before. എന്നെ പിടിച്ചവനെ മാത്രം, ഇനി വേറെ ഒന്നും എനിക്ക് നോക്കാം, പുറകിലുള്ളതൊന്നും ഞാൻ നോക്കുന്നില്ല. I'm not looking at any things behind. എന്നെ പിടിച്ചവനെ മാത്രം ഞാൻ നോക്കുകയാണ്. I'm looking at the person who's called me. Oh Jesus, ഞാൻ പറയുന്ന ആശയപ്രദം മനസ്സിലാവുന്നുണ്ടോ? യേശു എന്നെ പിടിച്ചു. God has caught me. ഇവിടെ ആഗ്രഹം തുടങ്ങുക, എനിക്ക് അവനെ ഒന്ന് അറിയണം. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് അറിയണം. I want to know him. എന്നെ തൊട്ടവനെ എനിക്കൊന്ന് അറിയണം. I want to know who has touched me. അതിനു വേണ്ടി അദ്ദേഹം പറയാ, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുക. So I'm forgetting all the things behind. എന്നറിയ വിഷയം, എന്റെ കോൺസെൻട്രേഷൻ വേറൊരിടത്ത് ആകാതിരിക്കാൻ വേണ്ടി പുറകിൽ എന്റെ കോൺസെൻട്രേഷൻ പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എവിടെങ്കിലും നിങ്ങൾക്ക് ഐസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതൊന്നും കണ്ണു പറിക്കാതെ പറ്റില്ല. If you have fixed your eyes on something and then if you're looking behind, then you have to focus on the things behind. You've got to take your eyes off. അവിടുന്ന് കണ്ണു പറിക്കാതെ എങ്ങനെ ഇവിടെ കണ്ണു വെക്കുന്നേ? You have to take your eyes off from Jesus to look at the things previously. Okay, ഇങ്ങനെ നോക്കിയാൽ എനിക്കെല്ലാം കാണാം. If I look straight, I can see everything. ചില കണ്ണു കൂടുതലാണെന്ന് തോന്നുന്നു, ഇവിടെ വരെയുള്ളത് എനിക്ക് കാണാം. I can see everything in front of me. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാം. I can see everything which is happening. But ഇതായിരിക്കുന്ന ആ ബൾബിലേക്ക് മാത്രം ഞാൻ എൻ്റെ കണ്ണ് നട്ടാൽ, if I focus my eyes only on that bulb, ഇവിടെ നിന്നുള്ള ഓരോന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. Then all the rest of the things here disappear. അതിലേക്ക് മാത്രമായി എൻ്റെ കണ്ണ് മാറും. If my eyes are fixed only on that bulb there, then I only focus on there. ജസ്റ്റ് നോക്കുമ്പോൾ എനിക്കതൊരു ബൾബാ. When I look at it, it's only a bulb. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, നോ. But when I fix my eyes, അത് വെച്ചിരിക്കുന്ന ഫ്രെയിം മനോഹരമാണ്. And then I look at the frame around it. അതിനകത്തൊരു കളറുണ്ട്. I can see a color inside. അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. There's something written there. അതിനകത്ത് എന്തൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There's something written there. ആ രേഖപ്പെടുത്തിയത് കാണണമെങ്കിൽ, now whatever is written, if I have to see, ഈ സൈഡിലുള്ള പലതിനെയും ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടി വരും. I have to avoid a lot of things which are in front of me. അത് അവിടെ ഐസ് ഫിക്സ് ചെയ്തപ്പോൾ എന്നിലുണ്ടായ മാറ്റമാണ്, ഞാൻ മാറിയതല്ല. It is not that I have changed. ഞാൻ എന്നെ മാറ്റിയതല്ല, എന്റെ കണ്ണ് അവിടെ ഫിക്സ് ചെയ്തപ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോയതല്ല. When I fixed my eyes on that, the rest of the things went away. I didn't try and do it. അറിയുന്നവർക്കായി സ്തോത്രം. അവൻ എന്നെ പിടിച്ചു. He has caught me. എനിക്ക് അവനെ പിടിക്കണം. I want to hold him. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? How many have the desire? എന്റെ ബ്രദറെ, അവൻ എന്നെ പിടിച്ചു. He has caught me. എനിക്ക് അവനെ പിടിക്കണം. I want to hold him. അവനെയും I want to know അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി and the resurrection power. എനിക്കൊന്ന് അറിയണം. I want to know. അയ്യോ, ആഗ്രഹങ്ങളെല്ലാം ക്രോഡീകരിക്കപ്പെടുക. All the desires become one.
ഒറ്റ ആഗ്രഹത്തിലേക്ക് മാറുക. All the desires become one desire. ഒരുപാട് ആഗ്രഹങ്ങളില്ല. Not too many desires. അവനെ എനിക്കൊന്ന് അറിയണം. I want to know him. അപ്പൊ ബാക്കിയുള്ളതൊക്കെയോ? Then where are the rest? അതാണ് ശിഷ്യത്വത്തിന്റെ മുഖം ഞാൻ രണ്ടാമത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. This is the face of discipleship what I want to explain. നിങ്ങളുടെ കണ്ണ് അവിടെ ഫിക്സ് ചെയ്യുന്നതോടെ, once you fix your eyes on Jesus, യേശുവിന്റെ ലോർഡ്ഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുന്നതോടെ, once you accept his lordship, ബാക്കി മുഴുവൻ തരാൻ അവൻ മതിയായവനാണ്. he is able to give you all things. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. seek his kingdom and his righteousness. അതോടുകൂടെ ഇതൊക്കെയും തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. with these all these things shall be added to you. എന്റെ കണ്ണ് അവനിൽ നട്ടേച്ചാൽ മാത്രം മതി. all you have to do is fix your eyes on him. ബാക്കിയെല്ലാം എന്റെ പുറകെ വരികയാണ്. all the rest will be added to you. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് അനുഭവിക്കുവാൻ താല്പര്യമുണ്ട്? how many want to experience this? ആര് പറയും യേശുവേ? who will say Jesus? ഇത് അനുഭവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I submit myself to experience this. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് പിടിക്കണം. I want to hold the person who's caught me. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് പിടിക്കണം. I want to hold the person who's caught me. എന്റെ ആഗ്രഹം ഒന്നിലേക്ക് വരികയാണ്. my desire is coming into one thing. ഞാൻ ആളെ അറിഞ്ഞു. I know the person. അപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങൾ 3 ആശയത്തിലാണ് പോകുന്നത്. Philippians 3 gives you 3 references to. ആദ്യം അദ്ദേഹം പറയുകയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എക്സലൻസി ഓഫ് ദി നോളജ് വന്നപ്പോൾ തനിക്കുണ്ടായ മാറ്റം. one is the change which came in when he had the excellency of the knowledge of Christ. രണ്ടാമത് അദ്ദേഹം പറയുകയാണ് the second is ആ എക്സലൻസിയിൽ താൻ ചിലതിനെ ഉപേക്ഷിക്കുകയാണ് ഇവിടെ. he leaves a lot of things in that excellency of the knowledge. മൂന്നാമത് അദ്ദേഹം പറയുകയാണ് the third he says ഈ ഉപേക്ഷണങ്ങളെല്ലാം whatever I have left, എന്നെ പിടിച്ചവനെ ഒന്ന് പിടിക്കാനുള്ള വ്യഗ്രത കിടക്കി പോയതാ, അല്ല ഞാൻ ഉപേക്ഷിച്ചൊന്നുമല്ല. it is not that I left all these things, but in that desperation to hold the person who's caught me, all these have gone. ഹല്ലേലൂയ. amen. ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാല്, ഇങ്ങോട്ട് നോക്കിക്കേ ഇതാ ദീർഘദൂരത്തിൽ ഒരു വിലയേറിയ മുത്തിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. if you see a valuable pearl very far away, നിങ്ങൾ ഞാനും എല്ലാം ഇവിടെ ഇതാ on your mark, we are all ready, okay, on our mark, ഓടാൻ തയ്യാറായി നിൽക്കുക. ഒറ്റ ലക്ഷ്യമേ ഉള്ള മുത്തെടുക്കുക. there's only one goal, is to take that valuable pearl. അതാണ് ഏറ്റവും വിലപ്പെട്ട മുത്ത്. that is the costliest pearl. ആ ഓടുന്നതിനിടയിൽ as I'm running, ആരുടെയൊക്കെയോ ചെരുപ്പൂരിപ്പോയി, some slippers went off, കീശയിലുള്ള എന്തൊക്കെയോ തെറിച്ചു പോയി, some things fell off the pockets. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പം ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ മുത്തെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ, in that race that I am running to get that valuable pearl, I lost some things. ആ ഓട്ടത്തിനിടയിൽ എന്തൊക്കെയോ വീണുപോയി. some things fell off as I was running. എന്തൊക്കെയോ തെറിച്ചു പോയി. some things fell off from the pockets. തെറിച്ചു പോകാനായിട്ടിരുന്ന എന്തൊക്കെയോ തെറിച്ചു പോയി. whatever had to fall off has fallen off. പക്ഷെ എന്റെ ബ്രദറെ, തെറിച്ചു പോയി എന്ന് വെച്ച് ഞാൻ ആ മുത്തിന്റെ അടുത്തുനിന്ന് കണ്ണു പറിച്ചില്ല. but I didn't, I still focused or fixed my eyes on that valuable pearl. അപ്പോസ്തലൻ യേശുവാകുന്ന നിക്ഷേപത്തെ കണ്ടു. I saw the treasure which was Jesus. അതിന്റെ വലിപ്പം അറിഞ്ഞു. I saw the greatness of the treasure. ഓടാൻ തുടങ്ങി. and I started running. പിടിക്കാൻ വേണ്ടി ഓടാൻ തുടങ്ങി. I started running to hold. 8-ാം നാളിൽ പരിശീലന ഏറ്റവൻ ദേ പോയി. circumcision on the 8th day has gone. എബ്രാഹിം ജനിച്ച എബ്രാഹിം ദേ പോയി. Hebrew of Hebrews has gone. കേട്ടവർക്കായി സ്തോത്രം. praise God. hallelujah, 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 hallelujah. ബെന്യാമിൻ ഗോത്രക്കാരൻ ദേ പോയി. belonging to the Benjamin tribe has gone. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായിരുന്നു, അതേ പോയി. Pharisee according to the law has gone. അവിടെ ചെന്നപ്പം, when he reached there, അവിടെ ചെന്നപ്പം, when he reached there, അതെടുത്തപ്പോ തനിക്ക് മനസ്സിലായി, when he took that pearl, he knew തന്നിലുണ്ടായിരുന്ന എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. he has lost a few things. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും, he says never, ആ മുത്ത് കിട്ടിയ പിന്നെ once I have got that pearl, തിരിച്ചെടുക്കാൻ വന്നിട്ടില്ല. ഇതിനെ I haven't come back to take these. കാരണം because എനിക്കറിയാം എന്റെ കൈ കിട്ടിയതെന്താന്ന്. I know what I have got in my hand. 20 years back, 20 years back, from Damascus,
to Rome. അതായിരുന്നു to പൗലോസിന്റെ Rome. യാത്ര. That was his travel. Damascus to Rome. From Damascus to Rome in 20 Almost years. 20 years journey. 20 years of journey. ലക്ഷ്യമുണ്ട്. There was an aim. ഓട്ടത്തിനിടയിൽ There was a goal. കുറെ സാധനം തെറിച്ചു പോയി. During the running, he lost a lot of things. കുറെ കാര്യങ്ങൾ പോയി. Lots of things fell off. അവസാനം ലക്ഷ്യത്തെ കിട്ടി. Finally, he got the prize or the goal. ആ മുത്തിനെ കിട്ടി. വിലയേറിയ മുത്തിനെ Got കിട്ടി. that valuable pearl. അതിപ്പോ കൈയിരിക്കുകയാണ്. And that is with him now. ഇപ്പൊ അദ്ദേഹം പറയാണ്, And now he says, ഇത് കിട്ടിയപ്പം once he's got the pearl, he says, after 20 years, after 20 years, ഇപ്പോഴും even now, ഞാൻ അതിനെ ഛേദമെന്ന് എണ്ണുക. I consider all these as loss. ഇപ്പോഴും Even now, ആ പോയതിനെ കുറിച്ച് എന്റെ ഉള്ളിൽ ഒരു ചിന്തയില്ല. I have no thoughts about what I have lost. നിങ്ങൾ കളഞ്ഞതല്ല, ആ ഓട്ടത്തിനിടെ തെറിച്ചു പോയതാ. It is not that you threw it അത് off. വിലകൊടുപ്പല്ല. In that running, it was lost. That is not a cost. വിലകൊടുപ്പല്ല, വേസ്റ്റ് That ഒക്കെ is ഇറങ്ങി not പോയതാ. a cost. All the waste has gone. വിലകൊടുപ്പല്ലത്. It is not a cost. ഇത് വില കൊടുത്ത് നിങ്ങൾ നേടിയതല്ല പൊന്നെ. This is not what you got. യേശു വില കൊടുത്തോണ്ട് നിങ്ങൾക്ക് കിട്ടിയതാ. It is because Christ gave his life that you have got it. യേശുവിന്റെ മാർഗം നിങ്ങൾ വില കൊടുത്ത് നേടുന്നതല്ല. It is, you don't pay or give any efforts to get this life. അപ്പൊ നിങ്ങൾ വില എന്ന് പറഞ്ഞത് വിലയല്ല, വേസ്റ്റ് ആയിരുന്നു. So what you considered as costly was all waste. അത് തെറിച്ചു പോയെന്നേ ഉള്ളൂ. That was lost. ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് എടുത്തോണ്ട് പോകുന്ന ആള് വേസ്റ്റ് എടുത്തോണ്ട് പോയിക്കുമ്പോൾ വിലയുള്ളത് കൊണ്ടുപോയി നിങ്ങൾ പറയുമോ? When a person comes to take the waste, ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ അല്ലേ നിങ്ങൾ പറയത്തുള്ളൂ. you will only wait for the person to take the waste away. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. Then only say that. അത് പറഞ്ഞാൽ മതി. Say that. യേശു വന്നപ്പോ, When Jesus came, യേശുവിന്റെ ലോഡ്ഷിപ്പ് അംഗീകരിച്ചപ്പോ, when the lordship of Jesus came, എന്നിൽ ഒത്തിരി ലോഡുമാരുണ്ടായിരുന്നു ബ്രദർ. there were a lot of lords in my life. അതെല്ലാം ഇറങ്ങിപ്പോയി. All these went off. ഞാൻ ഇറക്കി വിട്ടതല്ല. Not that I threw them away. ആ ഓട്ടത്തിനിടെ തെറിച്ചു പോയതാ. In that race, they all fell ഈ off. തെറിച്ചു പോയതിനെ കുറിച്ച് ഒരിക്കലും ഒരു ചിന്ത എനിക്കില്ല. And I'm not thinking of all the things that went off. എന്റെ ഒരൊറ്റ ലക്ഷ്യമുള്ളത് My മാത്രം. only goal was that valuable pearl. ഇതറിയുന്നവർക്കായി സ്തോത്രം. I thank God for people who എന്നെ understand പിടിച്ചവനെ this. എനിക്കൊന്ന് പിടിക്കണം. I want to hold the person who's ഞാൻ caught me. പിടിക്കപ്പെട്ടു. I am caught. ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടു. I am caught by Jesus. ഒന്ന് പറഞ്ഞു, ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. I am caught by Jesus. 14-15 വാക്യം നോക്കിയാൽ, ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടതിനാൽ, Because I'm caught by Jesus. ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ? Can I hold it? എന്നെ പിടിച്ചവനെ എനിക്ക് പിടിക്കാമോ Can I hold the person who's caught me? എന്ന് വിചാരിച്ച് പിന്നാലെ പോവുകയാണ്. And he's going behind Jesus. മുമ്പിലുള്ളത് ഞാൻ മറന്നു, പിന്നിലുള്ളത് ഞാൻ മറന്നു. I'm forgetting everything that is behind. ആ വാക്യം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ദയവായിട്ട് ശ്രദ്ധിക്കുക. 14 വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു. I do one thing. ഒന്നേ അദ്ദേഹം ചെയ്തുള്ളൂ. He did only one thing. അതേ നിങ്ങൾക്ക് എനിക്കും ചെയ്യാനുള്ളൂ കേട്ടോ. That is all we have to do as well. പിമ്പിലുള്ളത് മറന്നു. Forgetting the things behind. വിട്ടേച്ച് പോകുന്നതിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ടായില്ല. No regret about the things that you lost. അയ്യോ അവരില്ലല്ലോ എന്നാ അത് അവരെ നേടാൻ വേണ്ടി ഇതൂടെ നോ. Whatever you have lost, no regrets. ഹല്ലേലൂയ. പിമ്പിലുള്ളത് മറന്നു. Forgetting the things behind. മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട്. Reaching forth. അതൊന്ന് കണ്ടേ. പിമ്പിലുള്ളത് മറന്നു. Forgetting the things behind. മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട്. Reaching forth. പിമ്പിലുള്ളത് മറന്നു. Forgetting the things behind. പിമ്പിലുള്ളത് മറന്നെന്ന് പറഞ്ഞാൽ എന്തോ പിമ്പിലുണ്ടല്ലോ. There is something behind. എന്തോ പിമ്പിലില്ലാതെ പിമ്പിലുള്ളത് മറഞ്ഞെന്ന് പറയുമോ? You can't say you've forgotten unless you have something behind. പറഞ്ഞേ, പിമ്പിലുള്ളത് മറന്നെന്ന് പറയണമെങ്കിൽ എന്തോ പിമ്പിലില്ലേ? Something was there behind for you to say, forgetting the behind. മറക്കാനാവാത്ത എന്തൊക്കെയോ പുറകിലുണ്ട്. There are certain things which you can't forget. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത എന്തൊക്കെയുണ്ട്. Something which you have gained over the years. ആള് പറയാ ഞാനത് മറന്നുപോയി. And he says, forgetting those things. ഞാനത് മറന്നുപോയി. Forgetting those things. മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട്. Reaching forth towards. നോക്ക് പിമ്പിലുള്ളത് മറന്നുകൊണ്ട്. Forgetting the things behind. മുമ്പിലുള്ളവർ ആഞ്ഞുകൊണ്ട്. Reaching forth unto those യേശുക്രിസ്തുവിൽ things. ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി I press towards the mark for the prize of the high calling of God. ലോക്കിലേക്ക് ഓടുന്നു. എന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ട്. He has called me. അതാണ് ആ രംഗം. ഒരു വിളി ഞാൻ കേട്ടു. I heard the call. വിളി കേട്ട ഉടനെ Once I heard the call, പിമ്പിലുള്ളത് മറന്നു. forgetting the things behind, മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടി. I'm reaching forth towards the goal. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. There's only one goal. എന്നെ വിളിച്ചവനെ ഒന്ന് പിടിക്കണം. I want to hold the person who has caught me.
ഈ ആഗ്രഹമുള്ളവർക്കായി സ്തോത്രം. Thank God for the people who have this desire. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയൂ, യേശുവേ. Lift your hands and say, Jesus. ശിഷ്യത്വത്തിന്റെ വില ഞങ്ങൾ അറിയുന്നു. We understand the cost of discipleship. ശിഷ്യത്വത്തിന്റെ വില ഞങ്ങൾ അറിയുന്നു. We understand the cost of discipleship. ഞങ്ങളല്ല ഇവിടെ വില കൊടുക്കുന്നത്. It is not that we give a cost. ഞങ്ങളല്ല ഇവിടെ വില കൊടുക്കുന്നത്. We are not giving any cost. ഞങ്ങൾ പിമ്പിലുള്ളത് മറക്കുകയാണ്. We are forgetting the things behind. എന്റെ സഹോദരങ്ങളെ, പിമ്പിലുള്ളത് മറക്കണമെങ്കിൽ മുമ്പിലുള്ളത് കാണണം. If you have to forget the things behind, you have to see the thing in front of you. പിമ്പിലുള്ളത് മറക്കണമെങ്കിൽ മുമ്പിലുള്ളത് കാണണം. You have to see the thing in front to forget the things behind. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ, anyone who starts walking and if he looks behind, ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. not worthy of the kingdom of God. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ, if you put your hand on the plow and you turn back, ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. not worthy of the kingdom of God. ഹല്ലേലൂയ. എന്നെ ഇവിടെ കർത്താവ് പറയുന്നേ, what is God trying to tell you? നിങ്ങൾ മുമ്പിലുള്ളത് കണ്ടോ? Did you see the thing in front? നിങ്ങൾ മുമ്പിലുള്ളത് കണ്ടോ? Did you see the thing in front of you? ശരിക്കും മുമ്പിലുള്ളത് കണ്ടോ? Did you see it? ശരിക്കും മുമ്പിലുള്ളത് കണ്ടോ? Did you see it? പണ്ഡിത വിഭൂഷ ചമഞ്ഞിരിക്കാതെ സത്യം പറ, മുമ്പിലുള്ളത് കണ്ടോ? Did you see what is in front of you? കാര്യം പറ, മുമ്പിലുള്ളത് കണ്ടോ? Did you see what is in front of you? ഒന്ന് പറഞ്ഞേ, മുമ്പിലുള്ളത് കണ്ടോ? Did you see it? ഭയങ്കര ബുദ്ധിജീവികൾ ഇരിക്കുന്ന പോലെ. മറുപടി പറ, മുമ്പിലുള്ളത് കണ്ടോ? Answer. Did you see the thing in front of you? നിങ്ങളുടെ കണ്ണ് അവിടെ നട്ടോ? Did you fix your eyes? ഒന്ന് മിണ്ടിക്കേ. കണ്ടോ? Did you see? പിന്നെ Did you fix your eyes? വാറോർന്ന് പറ, നിങ്ങൾ കണ്ടോ? Did you see? നിങ്ങളുടെ കണ്ണ് അവിടെ നട്ടോ? Did you fix your eyes? ഇനി ഒരു തിരിഞ്ഞു നോട്ടം ഇല്ല. There is no turning back. ഇനി ഒരു തിരിഞ്ഞു നോട്ടം ഇല്ല. There is no turning back. വിളി കേട്ടോ? Did you hear the call? ജീസസ്, ഞാൻ അവനെ കണ്ടു. I saw him. ജീസസ്, കണ്ടോ? Did you see him? പഞ്ചാബി കണ്ടോ? Did you see him? കണ്ടോ? Did you see him? കണ്ടു കഴിഞ്ഞാൽ, once you have seen him, വിളി കേട്ട് കഴിഞ്ഞാൽ, after you have heard that call, ഇറങ്ങി ഞാൻ പ്രിയരേ സമുദ്രത്തിൽ നടുവിൽ നിൻ വിളി കേട്ടു പിൻഗമിപ്പാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുദീർഘമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻഗമിപ്പാൻ. യാഹേ സുദീർഘമേ തവ നാമം. എന്നിലും ശക്തർ, എന്നിലും ഭക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ശക്തർ, എന്നിലും ഭക്തർ, വീണു തളർന്നീ പോർക്കളത്തിൽ. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുൻപിലേക്കോടും മുൻപിലേക്ക്. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുദീർഘമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, അലകൾക്കു ഞാൻ തെല്ലും. ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരേ
സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻഗമിപ്പാൻ. യേശു നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. ഹല്ലേലൂയ. എത്ര പേര് പറയും കർത്താവേ ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞുമില്ല, അലകള് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഒറ്റ വിളി. ഓ, അവൻ എന്നെ പേരിയൊലി വിളിച്ചു. He called me by his ആ വിളിയുടെ name. മുമ്പിൽ സകലവും ചപ്പന്നും ചവറന്ന് ഞാൻ എണ്ണി. In front of that calling, I called everything as waste. അപ്പൊ തെറിച്ചു പോയതിനെ ചൊല്ലി വിലപിക്കണ്ട, അത് വേസ്റ്റ് ആണ്, അത് പോട്ടെ. All the waste that you have lost. ബെസ്റ്റ് വരുവാ ചെയ്ത് വേസ്റ്റ് പോയപ്പോ. When you lost the waste, you got the അത്രയും best. കൂടെ സ്പേസ് കിട്ടുക ചെയ്ത് ബെസ്റ്റിന് വേണ്ടി. You got more space to keep the best. തെറിച്ചു പോയ വേസ്റ്റിനെ ചൊല്ലി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. Don't regret about the waste that you have lost. വിലയേറിയത് എന്ന് വേസ്റ്റിനെ ചൊല്ലി പറയില്ല, കാരണം വിലയേറിയത് കിട്ടിയിരിക്കുക. You got the most precious, so the waste is not precious anymore. വിട്ടേച്ചു പോയത് വിലയേറിയതല്ല, കിട്ടിയത് വിലയേറിയത്. What you lost is not precious. What you got is precious. എന്റെ കൂടെ ഒന്ന് എഴുന്നേറ്റാട്ടെ, ആ കരങ്ങളെ ഒന്ന് ഉയർത്തി. ആഴിയെന്നോർത്തില്ല, ആഴമാറാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴമാറാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻഗമിപ്പാൻ. ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻഗമിപ്പാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. എത്ര പേരുന്ന ഈ മെസ്സേജിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കും? കർത്താവേ, we are here to submit before this message. How many of you want to submit yourself before this message tonight? Hallelujah, Lord. Hallelujah. Oh Jesus. Jesus. എത്ര പേര് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണുകളെ അടച്ച് വളരെ ശാന്തമായി കർത്താവേ ആ ശിഷ്യത്വത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. Submit yourself to that discipleship. ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് നന്ദി. Thank God that we could see you, Lord. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവില് നിന്റെ വിളി ഞാൻ കേട്ടു. I have heard your calling, Lord. അത് കേട്ട് പിൻഗമിക്കാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I submit myself to follow you. യേശുവേ. Jesus. ജീസസ്. എത്ര മക്കൾ പറയും? How many will say? ഇല്ല, എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒന്നിനും എന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ അനുവാദമില്ല. Nothing can hold me from behind. ഒന്നിനും എന്നെ ഹോൾഡ് ചെയ്യാൻ അനുവാദമില്ല. Nothing can hold me from behind. ഞാൻ ആ വലിയ കാഴ്ച കണ്ടു കഴിഞ്ഞു. I have seen that big picture. ഞാൻ ആ വലിയ കാഴ്ച കണ്ടു കഴിഞ്ഞു. I have seen that big picture. പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. I am running towards that high calling. എനിക്ക് pressing towards that goal. എനിക്ക് വേറൊന്നുമില്ല. I don't have anything else. ഏറ്റവും വലുത് യേശുവാണ്. The greatest is Jesus. അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു. I have got it. ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് രാത്രി Submit yourself. ഈ രാത്രി ഒന്ന് സമർപ്പിക്കാമോ? Can you submit yourself? How many of you will submit yourself before this message? How many will submit yourself? Yes, Lord. എന്റെ പ്രശംസാ വിഷയങ്ങൾ എനിക്ക് അപമാന കാരണമായി തോന്നുന്നു. All my praiseworthy things are becoming useless and worthless. എപ്പോൾ നിങ്ങളുടെ പ്രശംസാ വിഷയങ്ങൾ നിങ്ങൾക്ക് അപമാന വിഷയമായി തോന്നുന്നു, അപ്പം ആരംഭിച്ചു കഴിഞ്ഞു ക്രിസ്തു നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ. When your praiseworthy things become worthless, you know Christ has started working in you. എനിക്ക് ലാഭമായതെല്ലാം ഛേദമായി എപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു, അപ്പോൾ യേശുവിലുള്ള വാസ്തവത്തിലുള്ള ജീവിതം എനിക്ക് അനുഭവിക്കാൻ കഴിയും. When all your gains become your losses, then the real life in Jesus begins. റിയൽ ഗെയിൻ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. You will start receiving your real gain. യഥാർത്ഥ ഗെയിൻ എന്ന് പറയുന്നത് യേശുവാണ്. Real gain in life is Jesus. അത് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for those who have received it. എല്ലാ മക്കളും ആ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാൻ. All lift your hands up.
യേശുവേ എന്ന് വിളിച്ചാട്ടെ. Call his name Jesus. Call upon his name. Call upon his name യേശുവേ എന്ന് വിളിച്ചാട്ടെ. Jesus. Oh Lord. Oh Lord. ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ പറ്റി. We have seen you, Lord. ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ പറ്റി. We could see you, Lord. We could see you, oh Lord. We could see you, അതിൽ Lord. വലുതായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. There is nothing bigger than that. ഇന്ന് ഞങ്ങൾക്കുള്ള സകലത്തെക്കാളും യേശുവേ Jesus, you അങ്ങാണ് are വലുത്. bigger than everything. എന്നോട് ചേർന്ന് പറഞ്ഞ സഹോദരങ്ങളെ, യേശുവേ Say with us, Jesus. എനിക്കുള്ള സകലത്തെക്കാളും വലുത്. You are bigger than everything. എല്ലാരും പറഞ്ഞു യേശുവേ All say, എനിക്കുള്ള Jesus. സകലത്തെക്കാളും വലുത്. You are bigger than everything that I യേശുവേ have. Jesus. അങ്ങാണ് എനിക്കുള്ള സകലത്തെക്കാളും വലുത്. You are bigger than everything that I എല്ലാരും have. പറഞ്ഞു യേശുവേ All say, Jesus. എല്ലാറ്റിനെക്കാട്ടിലും Above everything. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I love you. അങ്ങാണ് എന്റെ എല്ലാം. You are my everything. എല്ലാ മക്കളും പറഞ്ഞു യേശുവേ. All say together, Oh, Jesus. Jesus. Oh Jesus. You are my everything. You are my everything. You are my everything. You are my everything. അങ്ങാണ് എന്റെ എല്ലാം. You are my everything. യേശുവേ. Jesus. പറയുക സഹോദരങ്ങളെ, യേശുവേ. Jesus. Oh Jesus. Oh Jesus. You are my everything. You are my everything. എല്ലാരും പറ യേശുവേ. Jesus. അങ്ങാണ് എന്റെ എല്ലാം. You are my everything. പറയൂ ബ്രദറെ, വായി തുറന്ന് പറയുക യേശുവേ. Open your mouth and say, അങ്ങാണ് എന്റെ എല്ലാം. You are my അങ്ങയെ everything. പോലെ Like you. എനിക്ക് വലുതായിട്ടൊന്നുമില്ല. There's nothing bigger than you. യേശുവേ. Jesus. Oh Lord. Oh Lord. അങ്ങാണ് എന്റെ എല്ലാം. യേശുവിന് കർത്തൃത്വം വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞു, yes Lord, Jesus. you are my everything. You are my പറയൂ സിസ്റ്റർ, everything. യേശുവേ. Jesus. You are my everything. You are my You are my everything. You are my everything. You are my everything. You are my എന്നെ everything. പിടിച്ചവനെ എനിക്ക് പിടിക്കണം. I want to hold the person who's got എന്നെ me. പിടിച്ചവനെ എനിക്ക് പിടിക്കണം. I want to hold the person who's. ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. I only have that one desire. ഓ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തെ ആത്മീയ മനുഷ്യൻ ഭയങ്കരമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് വർദ്ധിക്കുകയാണ്. Your spiritual man inside you is growing in his grace. ഒരു പ്രത്യേക സ്പിരിച്വൽ ലൈഫിന്റെ ഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ You are നയിക്കുകയാണ്. getting into a higher realm of spiritual life. ഓരോരുത്തരുടെ മേലും ആ നിയന്ത്രണം വരികയാണ്. The lordship is coming on each person here. സഹോദരി പ്രത്യേക തരത്തിൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. God is touching you. വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ അടുക്കലേക്ക് വന്നാട്ടെ. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്നോട് പറയുന്നു, God says today, ആത്മീയതയുടെ ഒരു അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. God is taking you to a higher spiritual realm. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. God is taking you to a higher യേശുവേ എന്നെ നയിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. Say, God lead me. പൊന്നു കർത്താവേ എന്നെ നയിക്കണമേ എന്ന് വിളിച്ചു Say, പറഞ്ഞു. Jesus lead me. ഓ, ഈ മകളെ കർത്താവ് കൊണ്ടുപോകും. God is touching her. ശൈല 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 ശൈല. ഓ ജീസസ്. ഓ ലോർഡ്. ഓ സാം ഈ ജീസസ് ഒരു വലിയ ആത്മമണ്ഡലത്തിലേക്ക് ഈ മകളെ കർത്താവ് നയിക്കുക. God is taking you to a higher spiritual realm. ശൈല, ആ പേരുടെ നാവിൽ തന്നിട്ട് കർത്താവ് പറയുന്നു. God says, ഒരു സാമാര husband. ആള് വന്നിട്ടുണ്ടോ ഇവിടെ? സാം, Please come forward. സാമിന് കൈക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? എന്താ സാമിന് കൈക്ക് പ്രശ്നം? പാർക്കിൻസൺസ്. സാം എന്നാണ് പേര്. അതെ. ഈ മകളുടെ തലയിൽ കൈവച്ചപ്പോ കർത്താവ് അവളുടെ പേര് പറഞ്ഞു. God told her name when I put my hand on her head. ജീസസ്. എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, God said, ഞാൻ ഈ വീട്ടിലേക്ക് വരികയാണ്. I am coming to your house. ആത്മീയതയുടെ ഒരു നെക്സ്റ്റ് realm ഇന്നിവിടെ തുറക്കപ്പെടുക. You are getting into a higher spiritual realm.
യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഈ മകനെ കർത്താവ് സൗഖ്യമാക്കുന്നു. God is healing you. ഇയാളുടെ ശരീരം ഇപ്പൊ സൗഖ്യമാകുന്നു. Your body is being healed. ഇയാളുടെ ശരീരം ഇപ്പൊ സൗഖ്യമാകുന്നു. Your body is being healed. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ ബലഹീനതയുടെ നിഴലുകൾ ഒഴിഞ്ഞു പോവുകയാണ്. Shadow of weakness is leaving your body. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. In Jesus' name, leave. സൗഖ്യമാവട്ടെ. Be healed in Jesus' name. ആ ബലഹീനതയുടെ നിഴലുകൾ ഒഴിഞ്ഞു പോവുകയാണ്. Shadow of weakness is leaving. ആ ശരീരം മുഴുവൻ കൈ ഓടിച്ച് പ്രാർത്ഥിക്കണം. രണ്ട് സൈഡ്, ജോബ്രറെ ആ സൈഡ് കൂടെ ഫുള്ള് തല മുതൽ താഴെ വരെ കൈ ഓടിച്ച് പ്രാർത്ഥിക്കണം. വലിയൊരു ഹീലിംഗ് ആണ് നടക്കുന്നത്. There's a big healing going on. Oh Jesus. Jesus. It's a major healing. This is a major healing. പാർക്കിൻസൺസ് ഒഴിഞ്ഞു പോവാ. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. Parkinson's is leaving. പാർക്കിൻസൺസ് ഒഴിഞ്ഞു പോവാ യേശുവിന്റെ നാമത്തിൽ. Parkinson's is leaving in Jesus' name. ഇയാളെ സ്ലോയാക്കി വെച്ചിരിക്കുക പിശാച്. സ്ലോയാക്കി വെച്ചിരിക്കുക. Satan has made him slow. നിർത്തല്ലേ ചില മിനിറ്റുകൾ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു. ഇയാളെ ശരീരത്തിൽ സൗഖ്യമാവുക. Your body is being healed. ഈ മകളുടെ ശരീരത്തിൽ സ്കിന്നിൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. God is touching your skin. വലിയ ജീസസ്. പിന്നെ ഒരു പേര് വരുന്നു. ഇതാരാ? ശൈലമ്മ ഇത് തന്നെയാണ്. അപ്പൊ ശൈല ആരാ? ശൈലയാണോ ഒഫീഷ്യൽ നെയിം? ജീസസ്. മകളതിന്റെ ചരിത്രം ഇന്ന് കർത്താവ് മാറ്റുകയാണ്. God is touching your body. ജീസസ്. ഇനി നിന്റെ കുടുംബം നിരാശയിൽ കിടക്കുകയില്ല. Your family will not be in any more. അവന്റെ തലയിലോട്ട് കൈവച്ചു. അതിന്റെ അകത്ത് എന്തൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. Something is leaving him. സ്ലോ ആയതെല്ലാം ഫാസ്റ്റ് ആവുക. All the slowness is becoming fast. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. നമ്മൾ ഒരുമിച്ച് ഒന്ന് ഓടാൻ പോവാ. റെഡി ഓട്. ഇനി സ്ലോ പരിപാടിയില്ല. ഓടിക്കോ. തുമ്പിയെ പിടിക്കാൻ പോകുന്ന ഇനി നടക്കേണ്ട ആവശ്യമില്ല നിനക്ക്. ഓടിക്കോ. ഈ ഹോളിന് ചുറ്റിലും ഓടിക്കോ. യേശുവിന്റെ നാമത്തില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിക്കോ. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കുക. ഓടിവാ മോനെ, ഓടിവാ. ഇനി തുമ്പിയെ പിടിക്കുന്ന പോലെ നടക്കേണ്ട ആളല്ല നീ. ആ ബാധ നിന്നെ വിട്ട് ഒഴിഞ്ഞു പോയി. Shadows left you. ഈ മകന്റെ തലയെ കൈവച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ മകന്റെ കൈക്കും കാലിനും എല്ലാം ബലം കൊടുക്കുക എന്ന് പറഞ്ഞു. God said He's giving you strength in your arms and legs. വിറയ്ക്കാനൊന്നും പാടില്ല നീ. ഇനി വിറയില്ല. ഉയർത്തി പിടിച്ചോ. വിറയ്ക്കല്ല. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച യേശുവിന് ആരാധന. സ്വീകരിക്കുക ദൈവപ്രവൃത്തി. Receive that healing. പാർക്കിൻസൺസുകൾ ഒഴിഞ്ഞു പോകുന്നു. Parkinson's is leaving. യേശുവിന്റെ നാമത്തിൽ. ശൈല, നിന്റെ ചരിത്രമാണ് യേശു മാറ്റിയിരിക്കുന്നത്. Your destiny has changed today. ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടി വെച്ചതാണ് കർത്താവ്. This meeting was for you. ഹല്ലേലൂയ. Amen. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. Clap your hands and give him glory. നന്നായിട്ട് കരമടിച്ചോ. Wonderful Jesus. Wonderful Jesus. യേശുവിന്റെ നാമത്തില്. Jesus. മൂവ്മെന്റ്സ് എല്ലാം സ്ലോ ആയിരുന്നു അല്ലേ? അങ്ങനെ എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് ശരി. അതെ. Your movements were all slow. സാർ, ഒരു കൈ എടുത്തൊരു സാധനം എടുക്കണമെങ്കിൽ തന്നെ it will take time. ഒത്തിരി നേരം എടുക്കും. ജീസസ്. എടുപ്പിക്കേ, എന്നേലും എടുപ്പിക്കേ. ബോട്ടിൽ വെള്ളം എടുക്കും. ബോക്സ് എടുക്കണം. ആ മനുഷ്യനെ ഓടിക്കും. വെള്ളം എടുത്ത് സ്പീഡിൽ എടുക്കും.
കരമടിച്ച യേശുവിന് ആരാധന. Clap your hands and give him glory. It's a total restoration of the health. Your health is totally restored. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന. Amen. പിമ്പിലുള്ളത് മറന്നേരെ. Forgetting the things behind. പിമ്പിലുള്ളത് പാർക്കിൻസൺസാ, അത് മറന്നേരെ. മുമ്പിലുള്ളത് കർത്താവിന്റെ വിളിയാ, സൗഖ്യത്തിന്റെ വിളി, What is വിടുതലിന്റെ വിളി, അത്ഭുതത്തിന്റെ വിളി. all of healing and the deliverance is in front of you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ലൈവാണോ? ലൈവുകാർ പോലും സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ലൈവായിട്ട് ഇത് കാണുന്നവർ വരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശുവിനെ നാമത്തിൽ വലിയ അഭിഷേകത്തിന്റെ ആവരിച്ചുകൊണ്ടിരിക്കുക. Are also being healed. സൗരങ്ങളെ പെട്ടെന്ന് രോഗമുള്ളിടത്തോട് കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചു പറയുക. Put your hands on the place you need healing and call out. പെട്ടെന്ന് കൈവെക്ക. Keep your hands on the place you need healing. വേഗത്തിൽ കൈവെച്ചിട്ട് വിളിച്ചു പറ. Right now. ഞാൻ സൗഖ്യമാകുന്നു. I am getting healed. ഞാൻ സൗഖ്യമാകുന്നു. I am being healed. എന്റെ യേശുവിന്റെ നാമത്തിൽ. In Jesus name. പറ ഞാൻ സൗഖ്യമാകുന്നു. I am being healed. പുള്ളിക്കാരി സൗഖ്യമാകുന്നു. Come forward, sister. You come forward. You are being healed. Power of the Lord is on you. Hallelujah. What's your name? Susie. Sister Susie. Jesus revealing me this. You have pain here. Yes. Jesus. ഈ ഷോൾഡർ മാറിപ്പോവായത് എന്തായാലും പറയുന്നത് Dislocating. ഇവിടെയാ അത്. Is your shoulder dislocating? Yes, ഇവിടെയാ അത്. You've got pain there. ഇവിടെയാ ഈ ചേരുന്നിടത്താ. Yeah, you've got pain in your shoulder here, is it? കയ്യിലോട്ട് ഫുൾ ഉണ്ട് അത്. യേശു സൗഖ്യമാക്കുക. God is healing you. സൂസി യേശു സൗഖ്യമാക്കുക. Jesus is healing you. Jesus is touching you. He's touching you. Father, in the name of Jesus. In the name of Jesus. We declare healing. Declare healing. We rebuke sickness. Amen. We cancel sickness. We declare divine healing. Let it reveal. In the name of Jesus. In the name of Jesus. Yeah, that pain is leaving. The pain is leaving. The pain is leaving. You are receiving the touch of God. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. You are healed. Now you can check it. Check it out. Check your shoulder. Amen. Amen. See the joy of this sister. Hallelujah. Hallelujah. You don't expect this, right? Did you expect this? No. Jesus. കരങ്ങളെ അടിച്ച യേശുവിൽ ആരാധന. Clap your hands and give him glory. Hallelujah. Hallelujah. Power of the Lord is moving. യേശുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. His power is moving here. സൗഖ്യമായട്ടെ. യേശു തൊടുന്നു സഹോദരങ്ങളെ. കൈയുടെ ഇവിടെ എല്ലാം കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. God is touching your hands. അവിടെ എല്ലാം യേശുവിന്റെ സ്പർശനം നടക്കുന്നു. God is touching your hands. പോയി പറയ്. അവിടെ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. God is touching your hands. ഏരിയ മുഴുവൻ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു ഇങ്ങനെ. God is touching that area. അവിടെ തന്നെ മകളുടെ കൈ യേശു തൊടുന്നത് ഞാൻ കാണുന്നു. God is touching your hand. ഇത് ചോദിച്ചു അവിടെ എന്താ? അവിടെ കർത്താവ് തൊടുന്നുണ്ട് അവള്. Jesus. It's a major healing. That is a major healing. ഓരോ മക്കളും സ്വീകരിച്ചോ സൗഖ്യത്തെ. Receive healing.
നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് നിങ്ങളുടെ കൈകൾ വെച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. Put your hands on the place you want healing. യേശുവേ എന്ന് വിളിച്ചോ. Call upon his name Jesus. വിളിച്ചോ ആ നാമത്തെ. Call his name Jesus. വിളിച്ചോ ആ നാമത്തെ. Call upon his name Jesus. ഇപ്പോൾ തന്നെ അത് ഒഴിഞ്ഞു പോകും. That healing will manifest here. നിങ്ങളിപ്പോൾ സൗഖ്യമാകും. You will be healed. അത് യേശുവിന്റെ നാമത്തിലാണ്. It is in Jesus' name. അത് യേശുവിന്റെ നാമത്തിലാണ്. It is in Jesus' name. അത് യേശുവിന്റെ നാമത്തിലാണ്. It is in Jesus' name. സൗഖ്യമാവട്ടെ. Let you be healed. ഓരോ മക്കളും സൗഖ്യമാവട്ടെ. Let each person be healed. ഓരോ മക്കളുടെ മേലും ആ ജീവൻ ഇറങ്ങട്ടെ. Let the life of Jesus come into each person. ആ ടീഷർട്ട് ഇട്ട് ബ്രദറിനോട് ഇത് പറയാൻ കർത്താവ് പറയുന്നു. God says. ബ്രദറിനോട് ഇത് പറയാൻ കർത്താവ് പറയുന്നു. God says. ആത്മീയതയുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ നിന്നെ ഇവിടെ കൊണ്ടുപോകും. God is taking you to a higher spiritual realm. കർത്താവ് ഇങ്ങനെ പറയുന്നു, ഓടി വാ. God says. കർത്താവ് ഇങ്ങനെ പറയുന്നത്. God says. ഒരു ന്യൂ പേഴ്സണാലിറ്റിയാണ് ഈ മീറ്റിംഗിൽ ബിഗിൻ ആകുന്നത്. It's the beginning of a new personality. ഒരു ദേശം മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. God has given you a whole country. ഒരു ദേശം മുഴുവൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുക. God has given you a country. എന്നിട്ട് കർത്താവ് പറയുന്നു, ഇവനിലൂടെയാണ് ഉണർവ് അവിടെ നടക്കാൻ പോകുന്നത്. The revival is going to come through you. It's a beginning of a new man in Christ. Amen. യേശുവിലുള്ള ഒരു പുതിയ മനുഷ്യന്റെ ആരംഭമാണിത്. This is the start of a new man in Christ. ഇന്ന് ബിഗിനിങ് ഉണ്ടാവുകയാണ്. This is the beginning. ഇന്ന് മുതൽ നീ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ വായിച്ചാൽ നിനക്ക് മനസ്സിലാവും. If you start reading the depths, you will understand. ഇന്ന് മുതൽ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ നിനക്ക് മനസ്സിലാവും. You will understand the deep meanings of the scripture. പലയിടങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് നിന്റെ അടുക്കൽ വന്ന് അർത്ഥം ഗ്രഹിക്കും. People will come and feed from you. Oh, the anointing of the Lord is moving. ഈ മകന്റെ മേൽ ഭയങ്കരമായിട്ട് അഭിഷേകം വന്ന് വീഴുന്നു. The anointing is falling on you. തലയിലേക്ക് കൈവച്ചോ, നിറഞ്ഞു കവിയട്ടെ. Be filled. നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു കവിയട്ടെ. ഒന്ന് സ്തോത്രം ചെയ്ത ഈ മനുഷ്യന് വേണ്ടി വലിയൊരു അഭിഷേകമാണ് ഈ മകന് മേൽ. ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? Who has come with him? ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? His wife is there with him. ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? Wife and children are there. ഓ സഹോദരി, ഓടി വാ മകളെ. യുവ ദീപ, യുവ ദീപ, ദീപ, ദീപ അല്ലേ? അതെ 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 അതെ. ദീപേ, ദീപയോട് God is telling you. ഓ ഒന്നും ഇവളോട് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഇവളുടെ മേൽ അഭിഷേകമായിരുന്നു. സ്വീകരിച്ചോ അതിനെ. ഈ കുടുംബത്തിന് മേൽ വലിയൊരു ദൈവവിളി വരുവാ ഇന്ന്. അസൂയയില്ലാത്ത ഒരു കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. There's a big calling coming on you all today. Receive it. ആള് മാറുവാ, ആള് മാറുവാ, ആള് മാറുവാ, ആള് മാറുകയാണ്. She's changing. ആള് മാറുകയാണ്. She's being changed. ഈ കുടുംബത്തെ കൊണ്ട് എന്തൊക്കെയോ വലിയ പദ്ധതികൾ, ബ്രദറെ, നിങ്ങളെ കൊണ്ട് വലിയ പദ്ധതികൾ ദൈവം എടുത്തു വെച്ചിരിക്കുക. God has big things in store for you. നിങ്ങൾ അനേകർക്ക് മുമ്പിൽ ഓടും. You will run in front of others. അനേകർക്ക് മുമ്പിൽ ഓടും. You will run in front of others. ഇന്ന് അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് ഊറ്റിയിരിക്കുക. The anointing is falling on you today. ഇന്ന് നിധി നിനക്ക് കിട്ടിയിരിക്കുക. You have received that treasure. ആ ട്രഷർ ആ മനുഷ്യന് കിട്ടിയിരിക്കുക. That treasure you have received. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ ആരാധന. ഈ മകളുടെ മേൽ കർത്താവിന്റെ ശക്തി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഇവളുടെ തല കൈവെക്കാൻ കർത്താവിനോട് പറയും. That is a daughter. അവരുമായിട്ട് ഇവക്ക് എന്നെ ബന്ധം? Daughter, മകള. ഓ ദീപയുടെ മോളാണോ നീ? ഇങ്ങോട്ട് പാടി വെച്ച രണ്ട് കാര്യം നിന്നോട് പറയട്ടെ. കാലഘട്ടത്തിന്റെ പ്രവാചകയാ നീ. You are going to be a prophet. You are the prophet of this age. You are the prophet of this age. ഈ തലമുറയിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കുഞ്ഞെ. ഓ ശക്തി കുഞ്ഞിനെ മേൽ അടിക്കുന്നു. ചൂടന്റെ വ്യാപാരം നടക്കുന്നു. ഭയങ്കരമായ ദൈവശക്തി അവളുടെ മേൽ പുറപ്പെടുന്നു. ആ കുഞ്ഞിനെ കർത്താവ് അഭിഷേകം ചെയ്യുക. അവൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു.
അവൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഗിഫ്റ്റ് കർത്താവ് അവൾക്ക് കൊടുക്കുക. God is giving you the gift. ഗിഫ്റ്റ് കർത്താവ് അവൾക്ക് കൊടുക്കുക. God is giving you the gift. ദാനം കൊണ്ട് ദൈവം നിറയ്ക്കുക. God is filling her with the gifts. ദാനം കൊണ്ട് ദൈവം നിറയ്ക്കുക. God is filling her with the gifts. ദാനം കൊണ്ട് ദൈവം നിറയ്ക്കുക. God is filling her with the gifts. പറഞ്ഞു കവിയട്ടെ. ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ദൈവം കൊടുക്കുക. You are getting the gift of prophecy. യോവനെ തന്നോട് കൈവച്ചു. ഇപ്പൊ തന്നെ അവൾ ദർശനങ്ങളെ കാണാൻ തുടങ്ങും. He will see visions. ഇപ്പൊ തന്നെ അവൾ ദർശനങ്ങളെ കാണാൻ തുടങ്ങും. She will see, start seeing. ഇപ്പൊ തന്നെ നിങ്ങളോട് ചോദിച്ചു. ഇപ്പൊ തന്നെ അവൾ വിഷൻ കണ്ടോണ്ടിരിക്കും. He will start seeing visions. ഒന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ തന്നെ അവൾ വിഷൻ കണ്ടോണ്ടിരിക്കും. Pray for her. She can see vision right now. അവൾക്ക് ഇപ്പോൾ തന്നെ വിഷനെ കാണാൻ കഴിയുന്നുണ്ട്. അവൾക്ക് ഇപ്പോൾ തന്നെ വിഷനെ കാണാൻ കഴിയുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്നത് ദൈവങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. God is telling her what's going to happen. സംഭവിക്കാൻ പോകുന്നത് ദൈവങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. God is telling her what's going to happen. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക. God is showing her what's going to happen. അവൾക്ക് വിഷനെ ദൈവം കൊടുത്തോണ്ടിരിക്കുക. God is giving her visions. She is receiving visions. She is receiving visions now. She is receiving visions now. She is receiving visions. She is receiving visions now. She is receiving visions. Vision after vision, visions. Visions. She is seeing visions now. Visions. വലിയ കൃപയാ. അതിനെ എഴുന്നേപ്പിച്ചു. വിഷൻ കണ്ടല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ടാ. It's the first time in your life, right? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് ഇങ്ങനെ? Jesus. She's not seen visions like this before in her life. ഈ കുടുംബത്തെ കർത്താവ് വലിയ ദൈവവിളിയാൽ അപ്പോയിന്റ് ചെയ്യും. There's a big calling of God in your life, in the whole family. കരമടിച്ചു യേശുവിന് ആരാധന കൊണ്ട്. Clap your hands and give him glory. കർത്താവ് നിങ്ങളെ തൊടുന്നു. യേശുവിന്റെ വലിയ നിർണയം നിങ്ങളുടെ മേലുണ്ട്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. God has chosen you. നീ കണ്ടതിൽ ഒത്തിരി വലുതായ യേശു. God is bigger than what you have seen him as. നദിയുടെ കരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നദിയിലേക്ക് വലിച്ചിറക്കുന്ന പോലെ. You are standing at the seashore, you are being pulled into the sea. കർത്താവിന്റെ ആ വലിയ നദിയിലേക്ക് നിന്നെ ഇറക്കുകയാണ്. God is pulling you into the river that he is. സ്വീകരിച്ചോ അതിനെ? Receive that. സ്വീകരിച്ചോ? Receive it. ഈ മകളുടെ ലൈഫ് സ്റ്റൈലേ ഇന്ന് രാത്രി മാറുകയാണ്. Your lifestyle is going to change from today. അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഭരണം ഏറ്റെടുക്കുകയാണ്. God has taken the lordship over your life. Lord's dominion ആരംഭിക്കുക. His dominion is coming on you. കൊച്ചെന്തി പ്രാർത്ഥിച്ചു. കൊച്ചെന്തി മോനിപ്പോ തലവേദന എടുക്കുന്നുണ്ടല്ലേ? ഉണ്ടല്ലേ? വാ, എന്നോട് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിന് വേണ്ട ക്യാൻസൽ ചെയ്യുന്നു. കണ്ണു തുറന്നു നോക്കിക്കോ. ഇപ്പൊ ഇല്ലല്ലോ. പോകോ. ആമേൻ. കരമടിച്ച് യേശുവിന് ആരാധന കൊടുക്കും. Jesus is moving. Jesus is alive. Jesus is moving. Jesus is moving here. Jesus is moving. Jesus is moving. രണ്ടാം മകളെ കർത്താവ് തൊടുന്നുണ്ട്. ഈ നിൽക്കുന്ന ആളെ കർത്താവ് തൊടുന്നു. ആ മകളെ കർത്താവ് തൊടുന്നുണ്ട്. God is touching. ഞാനിപ്പോ പ്രാർത്ഥിച്ച കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ കർത്താവ് തൊടുന്ന ഞാൻ കാണാം. God is touching you. ഞാനിപ്പോ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ആ കുടുംബത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ കർത്താവ് തൊടുന്നത്. God is touching you while I was praying for that family. ഈ മകളെ കർത്താവ് അഭിഷേകം ചെയ്യുക. God is anointing you. ഇവളെ കർത്താവ് അഭിഷേകം ചെയ്യുവാണ്. ഭയങ്കരമായിട്ട് ആ മകളുടെ മേൽ ദൈവിക സ്പർശനം വരുക. God's touch is coming. ഇവളുടെ നെഞ്ചിനകത്ത് കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. God's touch is coming on you. ഒരു മേജർ ഹീലിംഗ് ഇവളുടെ നെഞ്ചിനുള്ളിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. There's a major healing on you. സ്വീകരിച്ചോ അതിനെ? Receive that healing. Receive that healing. Receive that healing. Receive that healing. Receive it. Receive that healing. എല്ലാം കണക്റ്റഡ് ആയതാണ്. കണക്ഷൻ ഉണ്ട്. നിങ്ങളൊക്കെ ആയിട്ട് കണക്ഷൻസ്. Are you connected to them? എല്ലാം. We are all connected together.
വലിയ ദൈവവിളി അവളുടെ മേലെ വരുന്നു. There's a calling of God on you. ജീസസ്. ഭയങ്കരമായിട്ട് ആ ഡിവൈൻ, ആ ദൈവിക നിർണയം ഇതിന്റെ അകത്ത് വെളിപ്പെടുക. You can see the divine fullness here. യേശു എന്നെ പിടിച്ചു. God has caught me. വല്ലവിധേന യേശുവിനെ ഒന്ന് പിടിക്കണം. I want to hold him. യേശു എന്നെ പിടിച്ചു. He has caught me. എനിക്ക് കർത്താവിനെ ഒന്ന് പിടിക്കണം. I want to hold him. ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്കായി സ്തോത്രം. I thank God for those who have got that desire. ശിഷ്യന്റെ ആഗ്രഹങ്ങൾ പരിമിതമാണ്. That is the desire of the disciple is limited. Just one desire only. It should be all concentrating to one desire. അവനെ ഒന്ന് അറിയണം. To know him. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് പിടിക്കണം. I want to hold the person who's caught me. എന്നെ പിടിച്ചവനെ എനിക്കൊന്ന് പിടിക്കണം. I want to hold the person who's caught me. വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. Nothing else. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Amen.